നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ പോലീസ് സർക്കിളിന് കീഴിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ നയിക്കുന്ന ട്രാഫിക് സേഫ്റ്റി ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൃത്തല്ലൂർ കമലാ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവാഹം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആൾ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ പോലീസ് സർക്കിളിന് കീഴിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ നയിക്കുന്ന ട്രാഫിക് സേഫ്റ്റി ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം SN പുരത്ത് നടന്നു. SN പുരം പോള ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും അധികം വാഹനങ്ങൾ പരിമിതമായ റൂട്ടിലൂടെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രാഫിക് നിയമങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളതാണ്. ഈ മരണങ്ങൾ 4600 വരുന്ന മരണങ്ങൾ കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായി. ഈ മരണങ്ങളിൽ പലതും ട്രാഫിക് നിയമങ്ങൾ വ്യക്തമായി പാലിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കപ്പെടാമായിരുന്ന മരണങ്ങളാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാഫിക് സേഫ്റ്റി ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് നമ്മുടെ പുതിയ തലമുറ ട്രാഫിക് നിയമം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ട്രാഫിക് നിയമം പാലിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഞാൻ സിക്കിം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോയി നിയമസഭാ സമിതിയുടെ ഒരു പഠനത്തിന് വേണ്ടി പോയതാണ്. അവിടെ എനിക്ക് അത്ഭുതകരമായി കണ്ടൊരു കാര്യം, ഞങ്ങൾ ഒരു ടാക്സിയിൽ കയറി ഉടനെ തന്നെ അവിടുത്തെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം, സാർ ഇവിടെ സാറിൻ്റെ കൈവശമുള്ള പ്ലാസ്റ്റിക് ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളും ദയവായി റോഡിലേക്ക് വലിച്ചെറിയരുത്, നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അത് നിക്ഷേപിച്ചോളാം. ഒരു ഡ്രൈവറുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. കാരണം അതൊരു പ്ലാസ്റ്റിക് നിരോധിച്ച മേഖലയാണ്. അവിടെ പ്ലാസ്റ്റിക് തെരുവിൽ വീഴാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കുന്ന ഡ്രൈവർമാരാണ്. അവരെ വാഹനത്തിൽ കയറുന്ന ആളുകളോട് അവർ ആദ്യം പറയുന്നത്, നിങ്ങളുടെ കൈവശമുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ പുറത്തേക്ക് എറിയരുത്, എനിക്ക് തരണം. രണ്ടാമത്തെ കാര്യം, അവിടെ കണ്ടൊരു കാര്യം, വലിയൊരു ജാഥ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ട്രാഫിക് കുറച്ച് സമയം ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഒരൊറ്റ ഡ്രൈവർ പോലും ആ വാഹനത്തെ മറികടന്ന് കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചു. എല്ലാവരും ലൈനായി നിൽക്കുകയാണ്. ഒരു കുഴപ്പമുണ്ടായില്ല. അരമണിക്കൂർ കൊണ്ട് സുഗമമായി ട്രാഫിക് ബ്ലോക്ക് തീർന്ന് ഞങ്ങൾ പോയി. അപ്പം ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നന്നായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു സൊസൈറ്റി ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ സിക്കിം. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ട്രാഫിക് പോലീസുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യുന്നത് വ്യാപകമായൊരു നിയമമായി മാറിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DYSP CR സേവ്യർ അധ്യക്ഷനായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V ശശി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK അബീദ് അലി, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, വൃന്ദ പ്രേംദാസ്, AV സതീഷ്, ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അജയ് കുമാർ, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, മതിലകം SI D മിഥുൻ എന്നിവരും സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ രാഹുൽ വയസ്സ് 15 എന്ന ലഹരി വിരുദ്ധ നാടക സന്ദേശ സിനിമയുടെ പ്രദർശനവും ചടങ്ങിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും ഭാര്യമാരുടെ ആഭരണങ്ങളും വൃക്കയും വിറ്റ് തട്ടിപ്പ് നടത്തുകയും ചെയ്ത് കോഴിക്കോട് പോലീസ് പിടിയിലായ ആൾ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പാളൂർ സ്വദേശിനിയെ വിവാഹം ചെയ്ത് 3.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് CI പ്രേംദാസും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് കയ്പമംഗലം സ്വദേശി പുതിയ വീട്ടിൽ ഹനീഫയാണ് തട്ടിപ്പ് വീരനെന്ന് പോലീസ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഇയാളെ കയ്പമംഗലത്തും പഠിച്ച സ്കൂളായ പെരിഞ്ഞനം RMVH സ്കൂളിലും കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയ അറബിക് കോളേജിൽ ജോലി ചെയ്തു വരവെ പാളൂർ സ്വദേശിനിയെ വിവാഹം ചെയ്ത് താമസിക്കുന്ന മുറിയിൽ വെച്ച് ലഹരി മരുന്ന് നൽകിയ ശേഷം ബോധം കെടുത്തിയാണ് ഇയാൾ പണം കവർന്നത്. ഏറ്റുമാനൂർ പട്ടിത്താനം അസൈനാർ മകൻ ഇബ്നു എന്നാണ് ഇയാൾ അന്ന് പോലീസിൽ നൽകിയ വിലാസം. എന്നാൽ വിലാസത്തിൽ സംശയം തോന്നിയ പോലീസുകാർ വിവരങ്ങൾ അറിയിക്കുവാനായി പത്രത്തിൽ നൽകിയ ഫോൺ നമ്പറും പ്രതിയുടെ ഫോട്ടോയുമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഏകദേശം 14 വർഷം മുമ്പ് കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിനിയെ വിവാഹം ചെയ്ത് ആഭരണങ്ങളുമായി മുങ്ങിയ ഹനീഫയാണ് വ്യാജപ്പേരിൽ തട്ടിപ്പ് നടത്തിയതെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. പാഴൂർ കൂടാതെ വിളയിൽ, എരുമേലി, എറണാകുളം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇയാൾ വിവാഹം ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വൃക്ക ആവശ്യമുണ്ടെന്ന് പത്രപരസ്യം കണ്ട്
ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ഏറ്റുമാനൂർ സ്വദേശിനിയായ ഭാര്യയുടെ വൃക്ക വിറ്റ് 10 ലക്ഷം രൂപ കൈപ്പറ്റിയ ഇയാൾ മുങ്ങിയിരുന്നു. എരുമേലി സ്വദേശിനിയിൽ ജനിച്ച കുഞ്ഞിനെ 10,000 രൂപയ്ക്ക് ഇയാൾ തമിഴ്നാട്ടിൽ വിൽപ്പന നടത്തുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാഴൂർ സ്വദേശിനിയുടെ സ്വർണം കവരുവാനായി മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ഇയാൾ ആഭരണവുമായി രക്ഷപ്പെട്ട ശേഷം മലപ്പുറം വിളയിൽ സ്വദേശിനിയെ വിവാഹം ചെയ്യുകയായിരുന്നു. വ്യാജപ്പേരുകളിലുള്ള 3 തിരിച്ചറിയൽ കാർഡുകളടക്കം 4 കാർഡുകൾ ഇയാളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. CI പ്രേംദാസിനൊപ്പം ASI നന്ദനൻ, CPOമാരായ രഘുനാഥൻ, ബാബു മാനാശ്ശേരി എന്നിവരടങ്ങുന്ന സംഘമാണ് ഹനീഫയെ കയ്പമംഗലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. 2 ദിവസങ്ങളിലായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സർഗവേദി സാഹിത്യ ശില്പശാല സമാപിച്ചു. പഞ്ചായത്തിലെ 11 സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കവിതകളും കഥകളും രചിച്ച് നാടകങ്ങൾ അവതരിപ്പിച്ചും കുട്ടികൾ ക്യാമ്പിൽ സജീവ പങ്കാളികളായി. TB സുരേഷ് ബാബു മാസ്റ്റർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമാപന സമ്മേളനം പ്രിൻസിപ്പാൾ PR ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ ജിനരാജൻ മാസ്റ്റർ, CRC കോർഡിനേറ്റർമാരായ ഷൈമ, സിനി, രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഇതാ നിനക്കുള്ള സമ്മാനം. ഇതിനോട് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വർജന ബോധവൽക്കരണ ക്ലാസ് നടത്തി. വടനപ്പള്ളി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ KR ഗിരീശൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൽ ഇൻചാർജ് ER രാജേഷ് അധ്യക്ഷനായിരുന്നു. സുജിത് നായർ, നീരജ് എന്നിവരും സംസാരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തിന്റെ മാത്രമല്ല, ഒരുപാട് വർഷത്തെ 10,000-കണക്കിന് വർഷത്തെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇരുപ്പും നമ്മുടെ നോട്ടവും ഒക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കുന്ന അബദ്ധങ്ങൾ പോലും നമ്മുടെ പാരമ്പര്യത്തിന് കൂടി വരും, അല്ലേ? അപ്പോ ഇപ്പൊ മിലേവ് ഇവിടെ വന്നിട്ട് മദ്യപാനത്തിന്റെ ദോഷം എന്തൊക്കെ എന്ന് പറയാൻ അത് ആ കുട്ടിയോട് പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വളരെ സുന്ദരമായിട്ട് ആ കുട്ടി പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു, മദ്യപാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് റോഷൻ പറഞ്ഞു. റോഷൻ നിങ്ങളെ ഇനിയും മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് റോഷൻ പറയും. ചന്ദ്രാപ്പനിയിൽ വീട്ടുപറമ്പിൽ നിന്ന് നന്നങ്ങാടികൾ കണ്ടെടുത്തു. CV സെന്ററിന് സമീപം പള്ളിപ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് 2 വലിയ നന്നങ്ങാടികൾ കണ്ടെടുത്തത്. മണ്ണെടുക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോഴാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയത്. കുഴിയിൽ നിന്നും പുറത്തെടുത്ത നന്നങ്ങാടി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദേശീയപാത 17-ൽ മതിലകത്ത് പെട്ടി ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. തക്കാളി കയറ്റി വന്നിരുന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിലിടിച്ച് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞു വീണു. ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇയാളെ എക്സ് പ്രവർത്തകർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത 17-ൽ കയ്പമംഗലം 12-ൽ പിക്കപ്പ് വാൻ കടയിലേക്ക് പാഞ്ഞുകയറിയും അപകടമുണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 6:30ഓടെയാണ് അപകടം. കടയുടെ മുൻഭാഗം അപകടത്തിൽ തകർന്നിട്ടുണ്ട്. തളിക്കുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയപ്പെടുത്തുവാൻ ശ്രമിച്ച യുവതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോതകുളം സ്വദേശി ജയയാണ് പിടിയിലായത്. സ്ഥാപനത്തിലെത്തിയ യുവതി കൈവശമുള്ള ആഭരണം ജീവനക്കാർക്ക് കൈമാറുകയും എന്നാൽ യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോൾ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഇത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ വലപ്പാട് അഡീഷണൽ SI TC കലാധരനും സംഘവും യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.